നാടൻ ഹോട്ടലുകളിൽ കിട്ടുന്ന നല്ലൊരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ചെറിയ ചായക്കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ലൊരു ബ്രൗൺ കളറിൽ അതുപോലെ തന്നെ നല്ല ഉള്ളിയൊക്കെ വെന്ത് ഇതായിട്ടുള്ളൊരു മുട്ട റോസ്റ്റ് കിട്ടുമല്ലേ. അപ്പോൾ അതിൻ്റെ റെസിപ്പി ആട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും പൂരിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലുള്ള അയണിൻ്റെ ചീനച്ചട്ടിയിലൊക്കെ നിങ്ങൾ തയ്യാറാക്കുമ്പോഴാണ് നമ്മളെ ആ ഒരു റോസ്റ്റിന് നല്ലൊരു ബ്ലാക്ക് കളർ കിട്ടുന്നത്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെ എടുക്കണേ, എന്നാൽ മാത്രമേ ആ ഒരു നാടൻ രുചി നമുക്ക് കിട്ടുള്ളൂ. ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ഒരു പച്ചമണം മാറി വരുന്നവരെ നമ്മളൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ. അതിനുശേഷം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. ഏകദേശം 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ പെരിഞ്ജീരക പൊടിയും ചേർത്ത് കൊടുക്കണം. കുരുമുളക് പൊടിയും പിന്നെ ആ പെരിഞ്ജീരക പൊടിയും നമ്മൾ കറക്റ്റ് തുല്യ അളവ് തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ അത് രണ്ടും കൂടിയും ചേർത്തിട്ട് ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ടുണ്ട് ഇത് നല്ലപോലെ പൊടീൻ്റെ പച്ചമണം മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 2 സവാള നേർങ്ങനെ അരിഞ്ഞത് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ആദ്യം ഈ ഒരു പൊടികളൊക്കെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ നമ്മളെ റോസ്റ്റിന് നല്ലൊരു കളർ കിട്ടും കേട്ടോ, ഒരു ബ്രൗൺ കളർ കിട്ടും. അതുപോലെ സവാള ചേർത്തതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള ചേർത്തിട്ട് ഉപ്പ് പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടും കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ ചേർക്കുന്നത്. ഇനി മൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ഇടയ്ക്കിടെ ഒന്ന് മൂടി തുറന്നിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കല്ലേ. നമ്മളെ ഉള്ളി നല്ലപോലെ വെന്ത് ഉടഞ്ഞ് വരണം. അതുകൊണ്ട് ഈ ഒരു ഭാഗം ചെയ്യുന്നത് തന്നെ ഒരുപാട് ടൈം എടുത്തിട്ട് ചെയ്യണം കേട്ടോ, എന്നാൽ മാത്രമേ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമ്മൾ ചെറിയ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ ആദ്യം ആ കുരുമുളക് പൊടിയും പെരിഞ്ജീരക പൊടിയും ചേർക്കുമ്പോൾ തന്നെ നമ്മളെ ആ ഒരു ഉള്ളിക്ക് പ്രത്യേകിച്ച് നല്ലൊരു കളറ് ആദ്യമേ നമുക്ക് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഒരു 3-4 പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇടയ്ക്കിടെ ഇങ്ങനെ മൂടി വെച്ചിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാലും സവാള പെട്ടെന്ന് വാടി കിട്ടുമേ. അപ്പോൾ അത്യാവശ്യം ടൈം എടുത്തിട്ട് തന്നെ ഞാനിത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. കുക്കറിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു വിചാരിച്ച ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഇതാ നമുക്ക് ഒരു ഏകദേശം ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. വീണ്ടും ഒന്ന് മൂടി തുറന്നിട്ട് നല്ലപോലെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ സവാള ഏകദേശം നല്ലപോലെ ഒന്ന് വഴന്നെന്ന് തോന്നിക്കഴിഞ്ഞാൽ തന്നെ നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാനിതിൽ ചേർക്കുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്തത്, അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക കളറ് കിട്ടുകയും ചെയ്യും. നമ്മളിതിൽ മല്ലിപ്പൊടിയാണ് കുറച്ച് കൂടുതൽ അളവിലെടുക്കുന്നത്. അതുപോലെ തന്നെ കുരുമുളക് പൊടിയും പെരിഞ്ജീരക പൊടിയാണ് ഇതിൻ്റെ പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ. ബാക്കിയുള്ള പൊടികളൊക്കെ കുറച്ച് ഒരു 1/4 ടീസ്പൂൺ 1/2 ടീസ്പൂൺ വീതം എടുത്താൽ മതി. പൊടി ചേർത്തിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറി വരുന്നവരെ നല്ലപോലെ തന്നെ വഴറ്റിയെടുക്കണം. പച്ച ടേസ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ കറിക്കൊരു ടേസ്റ്റും ഉണ്ടാവില്ലേ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പച്ചമണം മാറി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി അത്യാവശ്യം വലിയൊരു സൈസിലുള്ള തക്കാളി ചേർക്കുന്നുണ്ട്. നല്ല പുളിയും അതുപോലെ തന്നെ നല്ല കളറും എല്ലാം ഉള്ള തക്കാളിയാട്ടോ നമ്മൾ ചേർക്കുന്നത്. അതുപോലെ തന്നെ വീണ്ടും ഇതൊന്ന് മൂടി വെച്ചിട്ട് തക്കാളി ഒന്ന് വഴന്ന് വരുന്നവരെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. തക്കാളി പെട്ടെന്ന് തന്നെ സോഫ്റ്റായി കിട്ടും. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 കപ്പോളം ചൂടുവെള്ളമാണ്. തിളച്ച വെള്ളം വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ. പിന്നെ നമ്മൾ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഇനി പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ കറീൻ്റെ ടേസ്റ്റ് അങ്ങ് പോകും കേട്ടോ, പച്ച ചുവ വരും. അതുകൊണ്ട് ചൂടുവെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ചെറിയ ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ തന്നെ ഇത് കറിയൊക്കെ നല്ല കറക്റ്റ് ടെക്സ്ചറിൽ കിട്ടും. ഇനി നമുക്ക് കുറുക്കിയെടുക്കുക മാത്രമേ വേണ്ടൂ കേട്ടോ, നല്ലപോലെ ഒന്ന് വരട്ടിയെടുക്കുക മാത്രമേ വേണ്ടൂ. പിന്നെ ഇതിലേക്ക് ഞാനൊരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് കേട്ടോ, അതും കൂടിയും ചേർക്കുന്നുണ്ട്. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്, നിങ്ങൾ ചേർത്ത് നോക്കേ. പിന്നെ ഇത് അത്യാവശ്യം കുറുകി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ആവശ്യമുള്ള അത്ര മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട നിങ്ങൾക്ക് വേണമെങ്കിൽ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് എല്ലാ മുട്ടക്കും ഇങ്ങനെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ മസാല നല്ലപോലെ പിടിച്ച് കിട്ടും. മുട്ട ചേർത്തതിന് ശേഷം നമ്മളിത് നല്ലപോലെ തന്നെ കോട്ട് ചെയ്തെടുക്കണം. മുട്ടയായിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു മസാല ഇനി അതിലേക്ക് പിടിച്ച് കിട്ടാനുള്ളതാണ്. അങ്ങനെ ആകുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇതിന് മേലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഇതിന് മേലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊരു പ്രത്യേക ടേസ്റ്റാണ്. ലാസ്റ്റ് നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് ഏകദേശം നമ്മൾ മുട്ട റോസ്റ്റ് തയ്യാറായി കഴിഞ്ഞു. ഇനിയൊരു മുട്ടയിൽ ഈ മസാല നല്ല പോലെ ഒന്ന് പിടിച്ച് കിട്ടുന്നവരെ നമ്മൾ കുറച്ച് സമയം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ നാടൻ ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ആ ഒരു മുട്ട റോസ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് നല്ല എന്താ പറയുക ഗ്രേവിയോട് കൂടി ഒരു മുട്ട റോസ്റ്റ് ആയിരിക്കും അല്ലെ, കുറച്ച് നല്ലൊരു ലൂസായ പോലെ ഉണ്ടായിരിക്കും. എന്നാലും ഒരുപാട് കറി അങ്ങനെ കാണാനും ഉണ്ടാവില്ല. അപ്പോൾ അതുപോലെ ആയിട്ട് നമ്മൾ തയ്യാറാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഇതാ മൂടി വെച്ചിട്ട് നമുക്കിത് കുറച്ച് സമയം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ എണ്ണയൊക്കെ നല്ലോണം മേലേക്ക് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ മുട്ടയിൽ ആ ഒരു മസാല നല്ലപോലെ പിടിച്ച് കിട്ടിയിട്ടുമുണ്ട്.
അപ്പോൾ ആ ഒരു ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു കളർ നമുക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് സെർവ് ചെയ്യാം. ആ ഒരു സമയത്ത് തന്നെ ഈ ഒരു അയണിൻ്റെ ചീനച്ചട്ടിയിൽ ഇരുന്നിട്ട് കണ്ടില്ലേ നല്ലൊരു കളറിലേക്ക് മാറും കേട്ടോ. അപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് മാത്രം സെർവ് ചെയ്താൽ മതി. അപ്പോൾ നല്ല കിടിലൻ മുട്ട റോസ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടമായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.